വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതൻ ഭാസ്കറിനെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ജയിലിന് മുന്നിലും തിരുവള്ളൂരിലും CPM നടത്തിയ സ്വീകരണ പരിപാടികളിലെ പ്രകടനത്തിലും അക്രമത്തിലും ജിതിനെ 1-ാം പ്രതിയാക്കിയാണ് വടകര പോലീസ് കേസെടുത്തത്. ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി നാളെ വടകര കോടതി പരിഗണിക്കും. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ജിതിൻ ഭാസ്കരൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ CPM 2 ഇടങ്ങളിലായി സ്വീകരണം നൽകിയിരുന്നു. പ്രകടനത്തിന് അനുമതിയില്ലാത്ത വടകര ജയിലും കോടതിയും നിൽക്കുന്ന വളപ്പിലായിരുന്നു ആദ്യ പ്രകടനം. ഇതിലാണ് ജിതിൻ ഭാസ്കരനെ 1-ാം പ്രതിയാക്കി വടകര പോലീസ് കേസെടുത്തത്. CPM വടകര ഏരിയ സെക്രട്ടറി ഗോപാല മാസ്റ്റർ അടക്കം 43 വരെ പ്രതിയാക്കിയാണ് കേസ്. അന്നേ ദിവസം വൈകുന്നേരം തിരുവള്ളൂർ നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായ പ്രകടനം അക്രമത്തിൽ കലാശിച്ചിരുന്നു. കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനായി വെച്ച ബോർഡും പ്രവർത്തകർ തകർത്തു. ഈ കേസിലും ജിതിൻ തന്നെ 1-ാം പ്രതി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി മറ്റു ക്രിമിനൽ കേസുകളിൽ പ്രതിയായത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമായാണ് SIT കാണുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ജിതിന്റെ ജാമ്യം റദ്ദാക്കാൻ SIT നൽകിയ ഹർജി വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. അതിനിടെ കേസിലെ ആരോപണ വിധേയനായ മുൻ DYFI ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻ കോടതി നാളേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേസ് മാറ്റിവെച്ചത്. മീഡിയ 1 കോഴിക്കോട്.